വെൽക്കം ബാക്ക് ടു ഈസി ലേണിംഗ്. ഇന്ന് നമ്മൾ ക്ലാസ്സിലെടുക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സുകാരുടെ മാത്സ് ആണ് കേട്ടോ. അപ്പം നമുക്ക് പാദവാർഷിക പരീക്ഷയ്ക്ക് വരുന്ന ഒരു മോഡലാണ്. അപ്പം നിങ്ങളെല്ലാവരും കുട്ടികൾക്കൊന്ന് പഠിപ്പിച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ കുട്ടികളും മിസ്സ് പറയുന്നത് കേട്ട് ആൻസർ കിട്ടുമെന്ന് ശ്രമിച്ച് നോക്കുക കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും അറിയുന്ന രീതിയിലാണ് ഇവിടെ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത് എന്താണ്? കുറച്ച് നമ്പേഴ്സുകളാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ നമ്പേഴ്സ് മിസ്സിങ് നമ്പേഴ്സാണ്. അവിടെ മിസ്സിങ് ആയിട്ടുള്ള നമ്പേഴ്സ് നിങ്ങൾ അവിടെ കണ്ടുപിടിച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അതായത് 12, 13 ഡാഷ്, പിന്നെ അടുത്തത് 15 കൊടുത്തിട്ടുണ്ട്. അവിടെയും ഡാഷാണ്. അവിടെ ഒരു സംഖ്യ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഈ 2 ഡോട്ട് ഇട്ട് കൊടുത്ത് 2 സംഖ്യകൾ വിട്ടുപോയിട്ടുണ്ട്. അത് നിങ്ങൾ എഴുതി ചേർക്കണം. അതായത് 12, 13 ഡാഷ് 15 കഴിഞ്ഞിട്ട് പിന്നെ ഏതായിരിക്കും? മക്കളിതൊന്ന് എഴുതി പഠിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് സമയം നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. അവിടെ 12 കഴിഞ്ഞിട്ട് 13 ആണ്. 13 കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ ഏതാണ്? അടുത്ത വേർഡ് ഏതാണ്? 14 ആണല്ലേ. അപ്പോൾ അവിടെ നമ്മൾ 14 എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്താണ്? 15 ആണ്. 15 കഴിഞ്ഞിട്ട് അവിടെ ഏതായിരിക്കും? 16 ആണല്ലേ. അതായത് 12, 13, 14, 15, 16. അപ്പോൾ അവിടെ നമുക്ക് ആ 2 നമ്പറുകൾ എഴുതി കൊടുക്കാം. 12, 13, 14, 15. അടുത്തത് ഏതാണ്? 16 ആണല്ലേ. അടുത്തത് എങ്ങനെയാണ്? ഇവിടെ രണ്ടാമത് തന്നിട്ടുള്ളത് 25, 30, 35 ഡാഷ് 45. അത് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ ഉണ്ട് അവിടെ എത്രയാണ്? എല്ലാവരും ശ്രമിച്ച് നോക്കിക്കേ. അതായത് 25, 30, 35 ഡാഷ് 45 ഡാഷ്. അപ്പോൾ ഇവിടെ 35 കഴിഞ്ഞിട്ട് 25 കഴിഞ്ഞിട്ട് 13 കൊടുത്തിട്ടുണ്ട്, 35 കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഡോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് 45. അപ്പോൾ 45 കഴിഞ്ഞിട്ട് അവിടെ ഒരു നമ്പർ ഉണ്ട് അല്ലേ. എത്ര ആയിരിക്കും? കുറച്ച് മാറ്റപ്പെടുത്താണ്ട് കേട്ടോ. ഇവിടെ ആൻസർ എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ ആദ്യം 25 ആണല്ലേ. 25ക്ക് 5 കൂട്ടുമ്പോഴാണ് നമുക്ക് 13 കിട്ടുക. 13ക്ക് 5 കൂട്ടുമ്പോഴാണ് എത്ര കിട്ടുക? 14 കിട്ടും അവിടെ അല്ലേ. അപ്പോൾ 14 കഴിഞ്ഞതിന് ശേഷമാണ് 45. 45 കഴിഞ്ഞതിന് ശേഷം നമ്മൾ 5 കൂട്ടിയാൽ എത്ര കിട്ടുക? 15 ആണ് കേട്ടോ. അപ്പോൾ 45 കഴിഞ്ഞിട്ട് അടുത്തത് എന്താണ് എഴുതുക? 15 ആണ്. അതായത് ആദ്യം കൊടുത്തിട്ടുള്ളത് 25, 30, 35. അപ്പോൾ 35ക്ക് ഇവിടെ എങ്ങനെയാണ്? നമ്മൾ അടുത്തടുത്ത നമ്പറുകൾക്ക് 5 വീതം കൂട്ടി കൊടുക്കണം. 25ക്ക് 5 കൂട്ടിയാൽ എത്ര ആയിരിക്കും? 30 ആണ്. അപ്പോൾ 30ക്ക് 5 കൂട്ടിയാൽ 35. 35ക്ക് 5 കൂട്ടിയാൽ എത്ര ആയിരിക്കും? 40 ആണ്. അപ്പോൾ ഡോട്ട് ഉള്ളിടത്ത് എത്ര എഴുതുക? 40. 40 കഴിഞ്ഞതിന് ശേഷം 45 കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 45ക്ക് 5 കൂട്ടിയാൽ എത്ര വരിക? 50 ആണല്ലേ. 50, 5, 0. ഇത് മൂന്നാമത്തേത് നമ്പർ നോക്കൂ. ഇവിടെ 10, 20, 13. പിന്നെ അടുത്തത് അവിടെ നമ്പർ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 15 കൊടുത്തിട്ടുണ്ട്. 15 കഴിഞ്ഞിട്ടും നമ്പർ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 10, 20, 30. അപ്പോൾ അവിടെ എത്ര ആയിരിക്കും എഴുതുക? ഇവിടെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? 10 കഴിഞ്ഞതിന് ശേഷം 10ലേക്ക് 10ഉം കൂടെ കൂട്ടിയതിന് ശേഷമാണ് നമുക്ക് 20 കിട്ടിയത്. 20ക്ക് 10 പ്ലസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് 30 കിട്ടിയത്. അപ്പോൾ 30ക്ക് 10 കൂട്ടിയാൽ എത്ര ആയിരിക്കും? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. 30ക്ക് 10 കൂട്ടിയാൽ എത്രയാണ്? 40 ആണല്ലേ. ഇനി അടുത്തത് 40ക്ക് 10 കൂട്ടിയതിന് ശേഷം ഇവിടെ 50 എഴുതിയിട്ടുണ്ട്. ഇനി 50ക്ക് 10 കൂട്ടിയാലുള്ള നമ്പർ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയേ. എത്ര ഇവിടെ ആൻസർ കിട്ടിയത്? അപ്പോൾ ആദ്യം 10, 20, 13 കഴിഞ്ഞാൽ അടുത്തത് ഏതാണ്? 14 ആണല്ലേ. 14. പിന്നെ ഇവിടെ 15 കൊടുത്തിട്ടുണ്ട്. 15 കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്പർ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 15 കഴിഞ്ഞാൽ 15ക്ക് 10 കൂട്ടിയാൽ എത്ര വരിക? 16 ആണല്ലേ. അതായത് 10
10, 20, 30. അടുത്ത സംഖ്യ ഏതാണ്? 30ക്ക് 10 കൂട്ടിയാൽ 40. 40ക്ക് 10 കൂട്ടിയാൽ 50. 50ക്ക് 10 കൂട്ടിയാൽ എത്രയായിരിക്കും? 60 ആണല്ലേ. അടുത്ത സംഖ്യ നോക്കൂ. വെരി വെരി സിമ്പിളാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് ആൻസർ എഴുതി മാത്സിന് ഫുൾ മാർക്ക് വാങ്ങാം. പ്രവർത്തനം എന്താണ്? വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ താഴെ വലിയ സംഖ്യകൾ ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? 24, 42. അതിലേതായിരിക്കും വലിയ സംഖ്യ? വലിയ സംഖ്യക്ക് വട്ടം സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വലിയ സംഖ്യ ഏതാണ്? 42 ആണല്ലേ. അപ്പോൾ 42 എന്നുള്ള നമ്പറിന് എന്താണ്? ഒരു റൗണ്ട് വരച്ചു കൊടുക്കുക. ഇത് തന്ന് നോക്കൂ. 19, 12 ആണ് തന്നിട്ടുള്ളത്. 19, 12 എന്ന സംഖ്യകളാണ്. ഇതിലേതായിരിക്കും വലിയ സംഖ്യ? 19 ആണല്ലേ. 19 ആണ് വലിയ സംഖ്യ. അപ്പം അതിന് റൗണ്ട് വരയ്ക്കുക. അടുത്ത പ്രവർത്തനം നോക്കൂ. ഇവിടെ മക്കളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്ലസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ 5 + 4 കൊടുത്തിട്ടുണ്ട്. അതായത് 5 + 4. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? 5 + 4. ഇതിൻ്റെ ആൻസർ എത്ര ആയിരിക്കും? 5ക്ക് 4 കൂട്ടിയാൽ എത്ര ആയിരിക്കും? ആദ്യം നിങ്ങൾ 5 നിങ്ങളുടെ മനസ്സിൽ കരുതുക. ആ ഒരു സംഖ്യയിലേക്ക് 4 കൂട്ടി കൊടുക്കുക. അപ്പോൾ എത്രയാണ്? നിങ്ങളുടെ കയ്യിൽ 4 ഫിംഗേഴ്സ് എടുക്കുക. അതായത് 5 നിങ്ങളുടെ മനസ്സിൽ കരുതിയിട്ട് 6, 7, 8, 9. അപ്പോൾ എത്ര ആയിരിക്കും? 5ക്ക് 4 കൂട്ടിയാൽ 9 ആണല്ലേ ആൻസർ. അപ്പോൾ ഇവിടെ 5ക്ക് 4 കൂട്ടിയാൽ 9 ആണ്. അപ്പോൾ ഇവിടെ 9, 9 ആണ് ആൻസർ. ഇനി അടുത്ത പ്രവർത്തനം എന്താണ്? 12 + 3. എത്ര ആയിരിക്കും? 12 നിങ്ങളെ മനസ്സിൽ കരുതുക. 12ക്ക് 3 ഫിംഗേഴ്സ് എടുക്കുക. അപ്പം 12 കഴിഞ്ഞിട്ട് അടുത്തത് എത്രയാണ്? 13, 14, 15. അപ്പോൾ എത്ര ആയിരിക്കും ആൻസർ? 15 ആണല്ലേ. 12 + 3 = 15. ഇവിടെ ആൻസർ കിട്ടുക 15 ആണ്. ഇനി അടുത്തത് എന്താണ്? 20 + 10. എത്ര ആയിരിക്കും? 20ന് നിങ്ങളുടെ മനസ്സിൽ കരുതുക. അതിലേക്ക് 10 കൂട്ടി കൊടുക്കുക. എത്ര ആയിരിക്കും ആൻസർ? അപ്പോൾ ഇവിടെ ആദ്യം 20 നിങ്ങൾ മനസ്സിൽ കരുതിയിട്ട് നിങ്ങൾ ഫിംഗേഴ്സ് എടുക്കാം. നിങ്ങളെ കയ്യിൽ 20 മനസ്സിൽ കരുതിയിട്ട് അതിൽ 10 നമ്മൾ കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കയ്യുമ്മൽ എണ്ണി കൊടുക്കാം. 21, 22, 23, 24, 25, 26, 27, 28, 29. അത് എത്രയാണ്? 13 ആണല്ലേ. അപ്പോൾ മിസ്സിൻ്റെ കൂടെ നിങ്ങൾ എണ്ണി നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര ആൻസർ? 13 ആണ്. അതായത് 30 ഇവിടെ ആൻസർ കിട്ടുക. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ഇതിൻ്റെ താഴെ എന്താണ് പ്രവർത്തനം കൊടുത്തിട്ടുള്ളത്? വിട്ടുകളഞ്ഞവ. അതായത് ഇവിടെയുള്ള 9 - 3 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടെ 9ന്ന് 3 കുറക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 9ന്ന് 3 കുറക്കാൻ നിങ്ങൾക്ക് എളുപ്പമുള്ളൊരു വഴി എന്താണ്? ആദ്യം നിങ്ങൾ എത്ര സംഖ്യയാണ് കുറക്കുന്നത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ആണ് കുറക്കാൻ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കയ്യിൽ 3 വിരലുകൾ ഇങ്ങനെ കുറച്ച് നോക്കാം. അപ്പോൾ 9 പോയി, 8 പോയി, അടുത്തത് 7 പോയി. അപ്പോൾ നമ്മളെ 3 വിരലുകൾ മടക്കി കൊടുക്കണം. മടക്കി കൊടുക്കുമ്പോൾ ആ 3 വിരലുകളും പോയി, 3 അക്കങ്ങൾ അതിൽ നിന്ന് പോയി. അപ്പോൾ നമുക്ക് ബാക്കി എത്രയാണ് കിട്ടുക? ആൻസർ 6 ആണ് കിട്ടുക കേട്ടോ. 6 ആണ് കിട്ടുക. ഇനി അടുത്തത് 15 - 5, 15 - 5. അപ്പം അവിടെ നമ്മൾ 5 വിരലുകൾ നമ്മളിങ്ങനെ മടക്കി ചേർത്താൽ നമുക്കിതിന് ആൻസർ കിട്ടും. അതായത് 5 വിരലുകളാണ് നമുക്ക്, 5 നമ്പറുകളാണ് നമുക്ക് ഇതിന് ഒഴിവാക്കേണ്ടത്. 15ന്ന് 5 നമ്പറുകൾ നമുക്ക് ഒഴിവാക്കണം. അതായത് നമ്മളെ കയ്യിലെ വിരലുകൾ എങ്ങനെ മടക്കാം? നമ്മൾ 5 പ്രാവശ്യം മടക്കുക. അതായത് 15 പോയി, 14 പോയി, 13 പോയി, 12 പോയി, 11 പോയി. പിന്നെ ബാക്കി അടുത്തത് ഏതായിരിക്കും? 11 പോയതിന് ശേഷം അതിന് താഴെയുള്ള സംഖ്യ 10 ആണല്ലേ. അപ്പോൾ നമുക്ക് 15ന്ന് 5 പോയാൽ എത്ര ആയിരിക്കും?
10 കേട്ടോ. 10 ആണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്തത് 10 - 4, 10 കുറക്കണം 4. അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഞാൻ പറഞ്ഞതുപോലെ മിസ്സ് പറയുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്കിക്കേ എല്ലാവരും. 4 ഫിംഗേഴ്സാണ് കേട്ടോ അവിടെ മടക്കി കൊടുക്കേണ്ടത്. അപ്പോൾ 10 പോയി, 9 പോയി, 8 പോയി, 7 പോയി. അപ്പോൾ 4 വിരലുകളാണ് നമ്മൾ മടക്കിയത്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള നമ്പർ എന്തായിരിക്കും? അപ്പോൾ നമുക്ക് ആൻസർ 6 കിട്ടല്ലേ. ഇനി അടുത്തത് നോക്കൂ. 18 - 2, 18 കുറക്കണം 2 എത്രയാണ്? ഇവിടെ ഇതുപോലെ പറഞ്ഞു നോക്കൂ. 18 പോയി, 17 പോയി, 2 ഫിംഗേഴ്സ് നമ്മൾ മടക്കുക, 2 നമ്പറുകൾ പോയി. അപ്പോൾ എത്ര ആയിരിക്കും? എത്രയാണ്? 18 പോയി, 17 പോയി. ഇവിടെ ആൻസർ 16 ആണ് കേട്ടോ, 16. മിസ് ഇത്രയും പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളവർ ഇതിന് ലൈക്ക് ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതുക കേട്ടോ. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇവിടുത്തെ ലാസ്റ്റ് പ്രവർത്തനം എന്താണ് തന്നിട്ടുള്ളത്? രാഹുലിൻ്റെ പക്കൽ 8 മിഠായികൾ ഉണ്ടായിരുന്നു. അമ്മ അവന് 5 മിഠായി കൂടി നൽകി. അപ്പോൾ എങ്കിൽ രാഹുലിൻ്റെ പക്കൽ ആകെയുള്ള മിഠായികൾ എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതുക? 8 + 5, 8 + 5 എന്ന് എഴുതുക. 8ക്ക് 5 പ്ലസ് ചെയ്താൽ എത്രയാണ് വരിക? 8 നമ്മൾ മനസ്സിൽ കരുതിയിട്ട് മുകളിലേക്ക് കൂട്ടുക. അതായത് 9, 10, 11, 12, 13. എങ്ങനെ നമുക്ക് 13 കിട്ടിയത്? നമ്മൾ മുകളിലേക്കാണല്ലേ പ്ലസ് ചെയ്യണേ. അപ്പോൾ നമ്മൾ 8ക്ക് 5 ആണ് കൂട്ടിച്ചേർക്കേണ്ടത്. അപ്പോൾ 8ന് മുകളിലേക്കാണ് നമ്മൾ 5 വിരലുകളാണ് നമ്മൾക്ക് അതിലേക്ക് ചേർക്കുക. 5 എണ്ണാണ് കൂട്ടുക. അപ്പോൾ 9, 10, 11, 12, 13. നമുക്കിവിടെ ആൻസർ എത്ര വരിക? നമുക്ക് ആൻസർ 13 കിട്ടിയിട്ടുള്ളത്. ഇത് നോക്കൂ. ഒരു മരത്തിലെ 10 കിളികളുണ്ട്. അതിൽ നിന്നും 4 കിളികളാണ് പറന്നു പോയത്. ബാക്കി മരത്തിൽ എത്ര കിളികൾ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ 10 ബേഡ്സുകളാണല്ലേ ഉണ്ടായത്. അതിൽ 4 ബേഡ്സുകൾ എന്താണ്? ഫ്ലൈ അവേ, പറന്നുപോയി. അപ്പോൾ ബാക്കി കിളികൾ എത്രയാണെന്നാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഈ 10ൽ നിന്നും 4നെ നമ്മൾ കുറക്കണം. അപ്പോൾ ഇത് നേരത്തെ മിസ്സ് പറഞ്ഞ അതുപോലെ തന്നെ ഒന്നും കൂടെ ചെയ്ത് നോക്കിക്കേ. ഇങ്ങനെയാണ്. നമ്മൾ താഴേക്കാണ് അല്ലേ. ഇതുവരെ നമ്മൾ മുകളിലേക്കാണ് പ്ലസ് ചെയ്ത്, ഇനി താഴേക്കാണ്. അപ്പോൾ 10ൽ നിന്നും 4 നമ്മളെങ്ങനെയാണ്? 10 പോയി, 4 വിരലുകളാണ് മടക്കുക കേട്ടോ. അപ്പോൾ 4 എണ്ണം പോവണമല്ലോ. അപ്പോൾ നമ്മൾ 10 പോയി, 9 പോയി, 8 പോയി, 7 പോയി. അങ്ങനെ 4 വിരലുകളും പോയി, 4 നമ്പേഴ്സ് പോയി. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുക? ആർക്കെങ്കിലും ഇതിൻ്റെ ആൻസർ കിട്ടിയോ? ഇതിൻ്റെ ആൻസർ 6 കിട്ടിയത് അല്ലേ. 6 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഈ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും പുതിയ ക്ലാസ്സുകൾ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു മാത്സ് നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ. എക്സാമിന് തീർച്ചയായിട്ടും